ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ പുതിയ പുതിയ തൈകൾ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഭംഗിയുള്ള സ്നേക്ക് പ്ലാന്റ്. ഇത് ഡയറക്റ്റ് മണ്ണിലും അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലും അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലും ഒക്കെ വളർത്തിയെടുക്കാം. ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ വളർത്താവുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കയറി കണ്ടിട്ട് ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പുതിയ പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് കണ്ടാലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ലീഫാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറച്ച് തണൽ കിട്ടുന്നിടത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ലീഫ് 3 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്ര കട്ടിങ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നോ അത്രയും തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഈ ഒരു ലീഫ് 3 കട്ടിങ്സ് ആയിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കട്ടിങ്സ് ആയിട്ട് എടുത്താൽ നമുക്ക് 3 തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിയിലേക്ക് ഒന്നെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണ് അല്ലെങ്കിൽ മണ്ണും മണലും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ യാതൊരു വളവും ഈ ഒരു മണ്ണിൽ ആഡ് ചെയ്യാൻ പാടില്ല. ആദ്യമേ തന്നെ നമ്മൾ വളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വളത്തിലുള്ള എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മൂലം നമ്മൾ ഈ കുത്തിവെക്കുന്ന ലീഫുകൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറും മണ്ണോ അല്ലെങ്കിൽ മണലോ മാത്രം എടുത്താൽ മതിയാകും കേട്ടോ. ഒന്നുമില്ല, ചുമ്മാ നമ്മൾ ഈ കട്ടിങ്സ് ഒന്ന് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിങ്സ് കൂടെ ഉണ്ട്. ആ ഒരു കട്ടിങ്സും കൂടെ ഞാൻ ഇതിനകത്തേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ധാരാളം ഇവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നട്ടുകൊടുത്ത പ്ലാന്റ് എല്ലാം തന്നെ തണലത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ തണൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഈ ഒരു ചെടി പോട്ട് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ ലീഫുകൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഞാനിതാ വേര് പിടിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, വേര് പിടിച്ച് കിട്ടിയിരിക്കുന്നത്. 3 കട്ടിങ്സാണ് വെച്ചത്. ആ ഒരു 3 കട്ടിങ്സിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി നല്ല പോട്ടി മിക്സൊക്കെ നിറച്ച ചട്ടിയിലേക്ക് മാറ്റി നടുമ്പോൾ നമുക്ക് പുതിയ പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു ലീഫിലെ വേരുകൾ എത്രത്തോളം ഹെൽത്തി ആണെന്ന് അറിയാൻ ഈ ഒരു ലീഫ് ഞാൻ കഴുകി കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയിലും ആരോഗ്യത്തോടും കൂടിയാണ് ഈ ഒരു ലീഫിൽ നിന്ന് ഇതിൻ്റെ വേരുകൾ വന്നിരിക്കുന്നതെന്ന്. നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ശക്തി കുറച്ച് വേണം, നേർത്ത വേരുകളാണ്. അതുകൊണ്ട് വെള്ളം പതുക്കെ ഒന്ന് വീഴ്ത്തിയാണ് കഴുകിയെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് മാറ്റി നടുമ്പോഴത്തേന് നല്ല ഭംഗിയുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റെയിൻ ഡ്രോപ്സിൽ കുറച്ച് താമരയുടെ ട്യൂബർ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഒന്നാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐശ്വര്യ എന്ന വെറൈറ്റിയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കറിയാം എത്രമാത്രം പൂക്കൾ ഇവിടെ ഐശ്വര്യ ലോട്ടസിൽ ഉണ്ടായെന്ന്. അപ്പോൾ ഇതിൻ്റെ ട്യൂബറുണ്ട്. അടുത്തത് ഈ ഒരു വെള്ള താമരയായ ഇന്ദു എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഇതും നല്ല ഭംഗിയുള്ള ധാരാളം പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബറും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ലക്ഷ്മി ലോട്ടസ് ആണ് കേട്ടോ. ഈ ഒരു ലക്ഷ്മി ലോട്ടസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന 3 ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസിൻ്റെയും ട്യൂബറുകൾ ആവശ്യമുള്ളവർ നമ്മൾ വീഡിയോയുടെ അവസാനം നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയയ്ക്കുക. സ്പീഡ് പോസ്റ്റായിട്ടും കൊറിയറായിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക്